ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം നമ്മളെ മോളുടെ പിറന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വിഷസ് വന്നിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ടും മെസ്സേജായിട്ടും കമൻറ്റായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ സന്തോഷം. നിങ്ങളതൊക്കെ നിങ്ങളുടെ ഒരു ഭാഗമായിട്ട് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു താങ്ക്സ്. അപ്പം ആദ്യം തന്നെ ഫോട്ടോഷൂട്ടായിരുന്നു. തലേന്നായിരുന്നു കശ്യപ എടുത്തിട്ടുണ്ടായത്. ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിറ്റേന്നത്തെ ദിവസം, അതായത് ഒക്ടോബർ 2-ന് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. അതിനുശേഷം അന്ന് ഒക്ടോബർ 2 ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ ഉച്ചവരെ ക്ലീനിങ്ങും കുറച്ച് ഇവരുടെ ഓർമ്മശക്തിയും അങ്ങനത്തെ നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ദച്ചുവിൻ്റെ ഫസ്റ്റ് കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറുടെ വക ഒരു ഗിഫ്റ്റ്, അതുപോലെ മീനൂട്ടീൻ്റെ വക ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി ദച്ചുവിനത്. ഗിഫ്റ്റ് കിട്ടുന്നതിലല്ല, അവരുടെ ആ ഒരു സ്നേഹം പങ്കുവെക്കുന്നതിലൂടെ ഭയങ്കര സന്തോഷമായി. അതിനുശേഷമാണ് വീട്ടിൽ പരിപാടി ഉണ്ടായത്. വീട്ടിലുണ്ടായത് നൈറ്റിലായിരുന്നു. ചെറിയൊരു ഫംഗ്ഷൻ, അതായത് കുറച്ച് ആൾക്കാർ കൂടിയിട്ടുള്ളൊരു ചെറിയൊരു ഫംഗ്ഷൻ. അത് ഒരു കേക്ക് കട്ടിങ്ങും ദച്ചുവിൻ്റെ ഫ്രണ്ട്സും കസിൻസും അങ്ങനെ ആൾക്കാരെല്ലാം കൂടിയിട്ടുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു. അത് എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണ്. കാരണം കുറേ നാൾ കഴിഞ്ഞാലും ഇതൊന്ന് നോക്കാമല്ലോ, ആ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുത്ത് അതൊന്ന് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എല്ലാവർക്കും കേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നെ ഓർമ്മശക്തി മത്സരം, അതുപോലെ കളറിങ്, അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. ടീച്ചറിൽ നിന്ന് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയതും മീനൂട്ടി കൊടുത്തതും എല്ലാം ഭയങ്കര സന്തോഷമായി. പിന്നെ വീട്ടിൽ നിന്ന് നൈറ്റിലായിരുന്നു പരിപാടി. അന്ന് ആ സമയത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ആദ്യം കുട്ടികൾക്ക് കൊടുത്തു. അതിനുശേഷം അച്ഛനും കഴിച്ചു. എൻ്റെ അച്ഛനും ഷിബോട്ടൻ്റെ അച്ഛനും, നമ്മൾ രണ്ടച്ഛന്മാരും കഴിച്ചു. അതിനുശേഷമാണ് ഷിബോട്ടൻ്റെ ഫ്രണ്ട്സും ആൾക്കാരെല്ലാം കൂടി കഴിച്ചത്. നല്ല ടേസ്റ്റ്. അച്ഛനാണ് ഉണ്ടാക്കിയത്. അച്ഛനും ശശിയേട്ടനും കൂടിയിട്ടായിരുന്നു നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ ഞാൻ ഷിബോട്ടൻ്റെ പിറന്നാളിന് തന്നെ ഒരു അടപ്രഥമനാക്കിയിട്ട് ഭയങ്കര അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം അടപ്രഥമനും പപ്പടവും പഴമൊക്കെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൊടുത്തു. ഭയങ്കര രസമായി. അതായത് ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ അതന്നെ അവരുടെ സ്നേഹം തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അതിന് ശേഷം ഗിഫ്റ്റ് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊടുത്തതെല്ലാം ഓരോന്ന് ഞാൻ വീഡിയോ എടുത്തു. ആൾ അപ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറേ ലേറ്റായി, കാരണം ഓടിക്കളിച്ച് ക്ഷീണത്തിൽ ഉറങ്ങിയതായിരുന്നു. ഇതൊക്കെ ഓരോരോ ആൾക്കാർ ഫ്രണ്ട്സായിട്ടും അതുപോലെ തന്നെ ഇളയമ്മയും അമ്മൂമ്മമാരും അച്ചച്ചന്മാരും എല്ലാവരും കൂടി തന്ന ഗിഫ്റ്റാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഗിഫ്റ്റ് എന്ന് പറയുമ്പം ആ ഒരു കൊടുക്കാൻ എല്ലാവരും സ്നേഹമില്ലേ, അത് നമുക്കെപ്പോഴും സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. കുറേ നാൾ കഴിഞ്ഞാലും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സ്നേഹവും കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം കുറച്ച് ഉടുപ്പുകളും അതുപോലെ ഡോളും അങ്ങനത്തെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ടെഡി ബിയറും അപ്പം അതൊക്കെ അതിന് ശേഷം ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. കാരണം അപ്പോഴത്തേനും ദച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയതുകൊണ്ട് തന്നെ ആൾ എൻ്റെ കൂടെ ഈ സമയത്ത് ഉണ്ടായിട്ടില്ല. നല്ല ഉറക്കമായിരുന്നു. അതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ കഴിച്ചു. പിന്നെ കുറേ പ്ലേറ്റ്സും പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു. കുറച്ച് ഞാൻ കഴുകി വെച്ച് ബാക്കി അമ്മയും കഴുകി അങ്ങനെ ക്ലീനാക്കി. കാരണം കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പ്രോഗ്രാമൊക്കെ ആകുമ്പോഴേക്കും വലിയ കാര്യങ്ങൾ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല ഉറക്കം കണ്ട അച്ഛൻ്റെ മടിയിൽ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്കൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പിറ്റേന്ന് രാവിലെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായത്. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഒരു ദിവസം ഞാൻ നല്ല വൃത്തിയെടുത്തിട്ടുള്ളത് ആ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്ത് തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമനായിരുന്നു. അതും പപ്പടവും പഴവും കൂട്ടിയിട്ടാകുമ്പോൾ അതിനൊരു പ്രത്യേക ഫീലും അതുപോലെ ഭയങ്കര ടേസ്റ്റുമായിരുന്നു. അപ്പം ഇത്രയാണ് എൻ്റെ നമ്മളെ കുഞ്ഞിൻ്റെ പിറന്നാൾ വിശേഷങ്ങൾ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.